എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു മടിയൻ ദോശയായാലോ. പണ്ടെല്ലാം ഇനി നമ്മളെ വീട്ടിലെല്ലാം പറയാം അരി അരച്ചിട്ട് രാവിലെ ദോശ ഇടുന്നതാണ്. പക്ഷേ എനിക്ക് പിന്നെ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ പറഞ്ഞു തന്ന് ഇതിൻ്റെ പേര് മടിയൻ ദോശയെന്ന്. മടിയന്മാർ ചെയ്യുന്നൊരു ദോശ. കാരണം ഇത് വേറെ പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു കഷ്ടപ്പാടൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ടൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പച്ചരി, അത് റേഷനോ ഇനി അതല്ല വേറെ എന്തായാലും പച്ചരി ആയിരിക്കണം, ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിരാൻ വെക്കാം. ഞാനിന്നിപ്പോൾ രാത്രിയാണ് വെക്കുന്നത്. നിങ്ങൾക്കിത് 2 മണിക്കൂർ കുതിർന്നാൽ അരയുന്നൊരു വിഷയമേ ഉള്ളൂ. ഇതപ്പോൾ നേരം വെളുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ആദ്യം അരിയിലുള്ള വെള്ളം ഞാൻ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ അരി ഒരു മിക്സി ജാറിലിട്ട് കൊടുത്ത് അതിലേക്ക് 1 കപ്പ് ചോറ്, 1/2 കപ്പ് തേങ്ങ എല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ആദ്യം അരിച്ച് മാറ്റി വെച്ച വെള്ളം ഉണ്ടല്ലോ അത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. കണ്ടോ, ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇനി ഈ മിക്സി ജാറൊന്നും കൂടി കഴുകിയിട്ട് ബാക്കിയുള്ള വെള്ളവും കൂടി ചേർക്കാം. കണ്ടോ, ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ചുടേണ്ട ആവശ്യമേ ഉള്ളൂ. കണ്ടില്ലേ, കഴിഞ്ഞു. അധികം വെള്ളമായി പോകണ്ട കേട്ടോ, കുറച്ചൊരു കട്ടിയിൽ തന്നെ. ദോശക്കല്ലുമ്മലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കഴിയുന്ന വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ കൂട്ടി അരച്ചത് കൊണ്ട് തന്നെ വെളിച്ചെണ്ണയാവുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവുക. അപ്പോൾ അതാ മാവൊന്ന് നല്ലോണം ഒന്ന് കലക്കി കൊടുത്തതിന് ശേഷം 2-3 കരണ്ടി കോരി ഒഴിച്ചിട്ട് നമുക്കത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവണം, വെന്ത് വരട്ടെ. ഇതോ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, മേലെല്ലാം പുള്ളിയായിട്ട് വന്നത്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി സ്റ്റൗ. കണ്ടോ, ഒട്ടും എന്തൊരു നല്ല വെള്ള തൂവാല ദോശ എന്നാണ് പറയുക. തൂവാല പോലത്തെ ദോശ എന്ന് പറയും എൻ്റെ മൂത്തമ്മ. അപ്പോൾ കണ്ടോ, നമ്മളിത് കാസ്റ്റ് അയണിൽ ചുട്ടെടുക്കാൻ ഒന്ന് ശ്രദ്ധിച്ചോളി, അതാണ് നന്നായിട്ടുണ്ടാവുക. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതും നമുക്ക് ചുട്ടെടുക്കാം. കണ്ടോ, ദോശകളെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിന് തക്കാളിക്കറിയോ ഇനി ചെറുപയർ കറിയോ കടലക്കറിയോ എന്ത് വേണമെങ്കിലും, ഇനി ആ കറിയൊന്നും ഇല്ലെങ്കിൽ പഞ്ചസാര കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാൻ ഇന്നിപ്പോൾ ഇതിന് വെച്ചിട്ടുള്ളത് കടലക്കറിയോ ഇനി എന്തായാലും എന്ത് കറിയായാലും കൂട്ടി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.